ഹലോ, എൻ്റെ പേര് രേഖ പീറ്റർ. ഈയിടെ വിജയ് ബാബുവിനെ കുറിച്ചും നടിയെക്കുറിച്ചുമുള്ള ഒരുപാട് കമ്മ്യൂണിറ്റി ഡിസ്കഷൻസിൽ ഞാൻ അറിഞ്ഞും അറിയാതെയും ഭാഗവത്തായി. അപ്പം അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് സ്ത്രീകൾ ഉന്നയിച്ച ഒരു ചോദ്യം അതെന്നെ വല്ലാതെ അലട്ടിയതിൻ്റെ പേരിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ചോദ്യം മറ്റൊന്നുമല്ല, കരിയർ പ്രോഗ്രസ്സിന് വേണ്ടി അഥവാ ഇവിടെ ഒരു സിനിമ അവസരത്തിന് വേണ്ടി ഒരുപക്ഷെ നടിയും വിജയ് ബാബുവുമായിട്ട് ഒരു ശാരീരിക ഇടപാടിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോൾ അതിനെ ഒരു ബലാത്സംഗമായിട്ടും ഒരു വർക്ക് പ്ലേസ് സെക്ഷൽ ഹറാസ്മെൻറ്റുമായിട്ടും പിക്ചറൈസ് ചെയ്യുന്നത് തെറ്റാകാതിരിക്കും? അത് ആവശ്യമുള്ള സമയത്ത് അതിനെ സ്വീകരിക്കുകയും ഇപ്പോൾ അതിനെ തള്ളിപ്പറയുകയും ചെയ്യുന്നതല്ലേ തെറ്റ് എന്നുള്ളത്. ഞാൻ ഈ ക്വസ്റ്റ്യനെ നേരിടാൻ ആഗ്രഹിക്കുന്നത് ഒരു മറുചോദ്യം കൊണ്ടാണ്. സപ്പോസ് നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ ഇതേ സാഹചര്യം നിലനിൽക്കുകയാണെന്ന് ഓർത്തോ. അതായത് ഞാനിപ്പോൾ IT ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട് നഴ്സിംഗ് ഫീൽഡിലും ടീച്ചിങ് ഫീൽഡിലും വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഒരു ടീച്ചറിന് ഒരു ടീച്ചിങ് ഓപ്പർച്യൂണിറ്റി കിട്ടണമെങ്കിൽ പ്രിൻസിപ്പളുമായിട്ട് കിടന്നുറങ്ങിയേ മതിയാവൂ എന്നുള്ള ഒരു സാഹചര്യം. നേഴ്സിന് അവൾക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണമെങ്കിൽ ഡോക്ടറുമായിട്ട് കിടന്നുറങ്ങിയേ മതിയാവുള്ളൂ. അങ്ങനെ നമ്മൾ ഓരോ സ്ത്രീകളും നമ്മുടെ പുരുഷ മേധാവിയുടെ മുന്നിൽ ശരീരം കീഴടങ്ങിയാലല്ലാതെ നമ്മൾക്ക് അവസരം കിട്ടാതാവുന്ന ഒരു സാഹചര്യം നമ്മുടെ എല്ലാവരുടെയും വർക്കിംഗ് ഫീൽഡിൽ നിലനിൽക്കുന്നെന്ന് ഓർക്കുക. ഈ സിനിമ എന്നുള്ള രംഗത്തെ ഒരു ഡിഫറെന്റ് രീതിയിൽ വിലയിരുത്തരുത്. ഇത് നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്ന അതേ ഇൻഡസ്ട്രി പോലെ തന്നെ വളരെ മൂല്യമുള്ള ഒരു ഇൻഡസ്ട്രിയാണ് സിനിമ ഇൻഡസ്ട്രി, ഒരു ആർട്ടിസ്റ്റിന്റെ ഇൻഡസ്ട്രിയാണ്. അപ്പം ഇതേ സാഹചര്യം നമ്മൾക്ക് ഓരോരുത്തർക്കും വരുമ്പം ഈ സ്ത്രീകൾ പറഞ്ഞതുപോലെ നമ്മൾ ഓരോരുത്തരും നോ ആണോ പറയേണ്ടത്, അതോ ഈസ് ദ പ്രോബ്ലം that we have to choose between our dignity and our career? ഒരു സിസ്റ്റം if it is wanting the lady to choose between her career and their dignity, അത് ഒരുപാട് വീണുപോയ ഒരു സമൂഹമാണ്. അങ്ങനെ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വിക്ടിം അല്ലെങ്കിൽ ആ സെക്കൻഡ് പാർട്ടി അത് അപ്രസക്തമാണ് വെദർ ദേ കോപ്പറേറ്റഡ് ഓർ നോട്ട്. പക്ഷെ ഒരു കരിയർ പ്രോഗ്രഷന് വേണ്ടി ഇത് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം അവിടെ നിലവിലുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ അഡ്രസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ. അപ്പം എന്താ ചെയ്യേണ്ടത്? എല്ലാ സമൂഹത്തിൻ്റെയും സിസ്റ്റം റൂൾസ് എന്തിനെ ബേസ് ചെയ്തായിരിക്കും? ആ സമൂഹത്തിൻ്റെ ഒരു നീതിബോധത്തിനെ ബേസ് ചെയ്തായിരിക്കും അവരുടെ ഓരോരുത്തരുടെയും റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. നമ്മുടെ നീതിബോധം എന്താ പറയുന്നത്? ഇത് എക്സിസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ക്യാൻ ബി ഇഗ്നോർഡ് ആസ് ലോങ് ആസ് ദ അതർ പാർട്ടി ഈസ് വില്ലിംഗ് ടു കോപ്പറേറ്റ്. അതാണ് നമ്മൾ നടി അതിന് കോപ്പറേറ്റ് ചെയ്തില്ലേ എന്നുള്ള ചോദ്യത്തിലൂടെ നമ്മൾ പുഷ് ചെയ്യുന്ന മെസ്സേജ്. പക്ഷെ ഇവിടെ എന്താ പറ്റുന്നത്? അങ്ങനെയാണെങ്കിൽ കോഴ ഒരു വില്ലിംഗ് പാർട്ടി കൊടുക്കുന്നു, ഒരു വില്ലിംഗ് പാർട്ടി മേടിക്കുന്നു. എന്തുകൊണ്ട് അതിനെ ഇല്ലീഗലാക്കി വെക്കുന്നു? ആ സിസ്റ്റം അത് നമ്മുടെ സമൂഹ മൂല്യങ്ങളെ കുറച്ച് കളയുന്നു. അങ്ങനെ കുറച്ച് കളയുന്ന തെറ്റായ ഒരു എൻവയൺമെന്റിലല്ല നമ്മുടെ സിറ്റിസൺസ് മുന്നോട്ട് വളരേണ്ടതും നീങ്ങേണ്ടതും ഉന്നമനം നേടേണ്ടതും. അവർക്ക് ആ റൈറ്റസ് എൻവയൺമെന്റ് കിട്ടണം. ആ എൻവയൺമെന്റ് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ധർമ്മമാണ്. അതുകൊണ്ട് നടി ഇതിൽ കോപ്പറേറ്റ് ചെയ്തോ അവർ തമ്മിൽ മുമ്പ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി ഇതിനെ മിസ്യൂസ് ചെയ്തോ ഇതൊന്നും പ്രസക്തമല്ല. സെക്ഷൽ ഹറാസ്മെന്റ് ഇൻ എ വർക്ക് പ്ലേസ് മീൻസ് സംബഡി ഹൂ ഈസ് ഇൻ എ place of authority misusing their authority to get sexual favors from anybody. അവർ ഈൽഡ് ചെയ്യുന്നോ ഇല്ലേ എന്നുള്ളത് സെക്കൻഡറി ആണ്. അങ്ങനെ മിസ്യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിത്വം അവിടെ തെറ്റ് ചെയ്തു കഴിഞ്ഞു, ഈ സിസ്റ്റത്തോട് തെറ്റ് ചെയ്തു കഴിഞ്ഞു. സോ ഇതിനെ സിനിമാ രംഗം എന്നുള്ള രീതിക്ക് കണക്ക് ആക്കരുത്. ഇത് ഇറ്റ് ക്യാൻ ഹാപ്പൻ ഇൻ എനി ഓഫ് അവർ ഇൻഡസ്ട്രീസ്. ഒരു ജനറൽ സിസ്റ്റം എന്നുള്ള നിലയ്ക്ക് ഈ നീതിബോധം നമ്മൾ നമ്മുടെ സൊസൈറ്റിയിൽ കൊണ്ടുവരേണ്ടിയിരിക്കുന്നത്. സ്റ്റോപ്പ് ആസ്കിങ് ദ റോങ് ക്വസ്റ്റ്യൻസ് എന്നാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു.